സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ടി പി വ്ളോഗ്. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് +2 ഫിസിക്സിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഒരു പോർഷൻ പോലും സ്കിപ്പ് ചെയ്യാതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് A+ ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ, നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 8 ടോപ്പിക്സാണ്. അപ്പോൾ 8 ടോപ്പിക്സിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കൂളംസ് ലോ ആണ്. അപ്പോൾ എന്താണ് കൂളംസ് ലോൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കൂളംസ് ലോ എന്തെന്ന് വെച്ചാൽ, കൂളംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി ചാർജസ് is directly proportional to the product of their charges and inversely proportional to the square of the distance between them. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. പിന്നെ അതിൻ്റെ ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. F is equal to 1/4πε0 ഇൻറ്റു Q1 Q2/R² ആണ്. അതിൻ്റെ ε0 എന്ന് വെച്ചാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരിക്കും. ആൻഡ് ദ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, a electric field intensity at a point in an electric field is the force on +1 coulomb charge kept at that point ആയിരിക്കും. അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളംബ് ഓർ വോളിയം പെർ മീറ്റർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ കുറേ പോയിൻറ്റ്സ് നമുക്ക് കാണാം. അതിൽ ഒരു 5-4 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലായിരിക്കും, അത് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജിലായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 പോയിൻറ്റ്സ് ആക്കി എഴുതാം. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ആയിട്ട് പോസിറ്റീവ് ചാർജ് എന്നുള്ളത് ഒരു പോയിൻറ്റും എൻഡ് ആയിട്ട് നെഗറ്റീവ് ചാർജ് എന്നുള്ളത് സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് എഴുതാം. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ടാൻജൻറ്റ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് തേർഡ് പോയിൻറ്റ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ്. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻസ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദ ആക്സിൽ ലൈൻ. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അതിൻ്റെ ഡിറൈവ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് നമ്മൾ 5 സ്റ്റെപ്പായിട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിഗർ നന്നായി വൃത്തിയിൽ വരയ്ക്കുക. ഫിഗർ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മൾ എഴുതാം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. പിന്നെ നമ്മളിവിടെ ഒരു പോയിൻ്റ് ഔട്ട്സൈഡ് എടുത്തു. പിന്നെ സെൻറ്ററിൽ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണെന്ന് കാണിക്കുക. ഇത്രയും ചെയ്താൽ നമ്മൾ ഒരു ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഇ പ്ലസിൻ്റെ വാല്യൂ E+ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R-A² എന്ന് എഴുതാം. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ E മൈനസ് എഴുതാം. E മൈനസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/R+A² എന്ന് എഴുതാം. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പിൽ E നെറ്റ് ഈസ് ഈക്വൽ ടു E മൈനസ് എന്ന് എഴുതാം. ആൻഡ് E നെറ്റ് എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു 2AQ എന്ന ഒരു വാല്യൂ കൊടുത്താൽ E നെറ്റ് എന്നുള്ളത് നമുക്ക് 1/4πε0 ഇൻറ്റു 2p/R³ എന്ന് എഴുതാം. ആൻഡ് R ഈസ് ഗ്രേറ്റർ ദാൻ A ആണെന്നും അത് എലോങ് ദ ഡയറക്ഷൻ ഓഫ് P ആണ് ഇതെന്നുള്ളതും കൂടി എഴുതിയാൽ നമുക്ക് 5 മാർക്ക് നമുക്ക് കിട്ടി. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേറ്റോറിയൽ ലൈൻസ് ഓഫ് ഡൈപോൾ ആണ്. ഇക്വേറ്റോറിയൽ ലൈൻസ് ഓഫ് ഡൈപോളും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് 5 സ്റ്റെപ്പായിട്ട് എഴുതാം. ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ഫിഗറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പം ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ്, അതിന് ഇതായിട്ടൊരു ആക്സിൽ ലൈന്, അത് നമ്മളുടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ദൂരം 2a ആണ്. പിന്നെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഴുതുക, വെർട്ടിക്കൽ കമ്പോണൻറ്റ് തീറ്റ x r, പിന്നെ ഇവിടെയുള്ള തീറ്റ എഴുതുക, പിന്നെ ഇലക്ട്രിക് ഫീൽഡും എഴുതുക. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് E പ്ലസും E മൈനസും ഈക്വലാന്ന് എഴുതുക. തേർഡ് സ്റ്റെപ്പിൽ E നെറ്റ് ഈസ് ഈക്വൽ ടു 2E cos തീറ്റ എന്ന് എഴുതുക. അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഫോർത്ത് സ്റ്റെപ്പിൽ അത് E നെറ്റ് ഈസ് ഈക്വൽ ടു 2E cos തീറ്റ എന്ന് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് എഴുതുക. അപ്പോൾ E നെറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു Q/x² ഇൻറ്റു A/x എന്ന് എഴുതുക. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ E ഈസ് ഈക്വൽ ടു, അതായത് P ഈസ് ഈക്വൽ ടു 2AQ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു P/x² എന്ന് കൊടുക്കുക. അത് R ഗ്രേറ്റർ ദാൻ A ആയിരിക്കും. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് P ആണെന്ന് കൂടി എഴുതിയാൽ 5 മാർക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗോസ് തിയറം ആണ്.
അപ്പോൾ ഗോസ് തിയറത്തിൻ്റെ ഡെഫിനിഷൻ. ഗോസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫേസ് ഇൻ എ ഫ്രീ സ്പേസ് ഈസ് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫേസ്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E = Q/ε0 അല്ലെങ്കിൽ E = Q × 1/ε0 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ഗോസ് തിയറത്തിന് നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷന് പുറമെ നമ്മൾ 3 ആപ്ലിക്കേഷൻ അതിലുണ്ട്. അപ്പോൾ 3 ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 3 ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കണം. ആൻഡ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചാർജ് സ്ഫിയറിലാണ്. അപ്പോൾ ചാർജ് സ്ഫിയർ ആകുമ്പോൾ നമ്മൾ ആദ്യം ഒരു ചാർജ് സ്ഫിയർ വരയ്ക്കാം. പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു ഗോഷ്യൻ സർഫേസ് നമ്മൾ കാണാം. പിന്നെ സെൻറ്ററും അതിൻ്റെ റേഡിയസ് R ആയിട്ട് എടുക്കാം. സെൻറ്ററും ഒരു ഗോഷ്യൻ സർഫേസിലുള്ള പോയിൻറ്റുമായിട്ടുള്ള ദൂരം r ആയിട്ട് എടുക്കാം. പിന്നെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും കാണിക്കുക. പിന്നെ θ = 0 എന്നും കാണിക്കാം. പിന്നെ φ = E.x ആണ്. അതായത് കോസ് തീറ്റ 0 ആണല്ലോ, അപ്പോൾ കോസ് തീറ്റ = 1 ആയിട്ട് വരും. ഓക്കെ, കോസ് തീറ്റ 1 ആയിട്ട് വരും. അപ്പോൾ ഈ S എന്ന് പറയുന്നത് സ്ഫിയർ ആയതുകൊണ്ട് 4πr² ആയിരിക്കും. അപ്പോൾ അവിടെ ടോട്ടൽ ഫ്ലക്സ് പറയുന്നത് Q/ε0 ആണല്ലോ. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഫിഗർ വരച്ചു, സെക്കൻഡ് സ്റ്റെപ്പായി, തേർഡ് സ്റ്റെപ്പായും. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഇത് രണ്ടും കൂടിയും ടോട്ടൽ ഫ്ലക്സും E × 4πE.x കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ E × 4πr² = Q/ε0 എന്ന് കിട്ടും. അതിന് അവസാനം E net = 1/4πε0 × Q/r² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 5 മാർക്കും കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മളുടെ വയറാണ്. അപ്പോൾ നമുക്ക് അതിൽ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് കൺസിഡർ ഗോഷ്യൻ സർഫേസ് ആൻഡ് പോയിൻറ്റ് ഓൺ ദ സർഫേസ് അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർ താല്പര്യം അനുസരിച്ചിട്ട് എഴുതാം. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് വയറാണ്. അപ്പോൾ വയർ നമ്മൾ ഇവിടെ ഒരു വയറുണ്ട്, ഒരു ചാർജ്ഡ് വയർ. അതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫേസ്. അതിൻ്റെ ലെങ്ത്ത് L-ഉം ഏരിയ A ആയിട്ട് എടുക്കാം. അതിൻ്റെ φ ഈ എൻഡിൽ 0 ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും കാണിക്കാം. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് 2πr ആയിരിക്കും. തീറ്റ 0 ആകുമ്പോൾ φ = E × അപ്പോൾ കോസ് തീറ്റ = 1 ആണ്. അപ്പോൾ E.s പറയുമ്പോൾ E × 2πr എന്ന് വരും. ആൻഡ് φ = Q/ε0 ആണ് ഗോസ് തിയറത്തിൽ പ്രകാരം. അപ്പോൾ ഇത് രണ്ടും കൂടി മറ്റൊരുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് E = 1/4πε0 × 2λ/r എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചാർജ്ഡ് ഷീറ്റാണ്. ചാർജ്ഡ് ഷീറ്റ് നമ്മളിവിടെ ചാർജ്ഡ് ഷീറ്റ് കൺസിഡർ ചെയ്തു. അവിടെ നമ്മൾ ഒരു ഗോഷ്യൻ സർഫേസ് കണ്ടു. അപ്പോൾ എൻഡിൽ φ = E.x ആയിരിക്കും. കർവിൽ φ = 0 ആയിരിക്കും. പിന്നെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും കാണിക്കുക. തീറ്റ ഇവിടെയും 0 ആണ്. അപ്പോൾ φ = E.x. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് Q/ε0. പിന്നെ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവസാനം E = σ/2ε0 എന്ന് കിട്ടും. അപ്പോൾ എല്ലാം ഒരേപോലെ തന്നെ, ചെറിയ വ്യത്യാസമുള്ളൂ. നന്നായി സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതാൻ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ എത്തി. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കാം. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് +1 കൂളംബ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻറ്റ് ചാർജിൻ്റെ ഒരു ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഒരു ഡെറിവേഷൻ തരുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു ചാർജ് കാണിച്ചു, ഇവിടെ ഒരു പോയിൻ്റ് കാണിച്ചു, അത് തമ്മിലുള്ള ദൂരം r ആയിട്ട് എടുത്തു. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് കൂളംബ്സ് ലോ പ്രകാരം ഫോഴ്സ് = 1/4πε0 × Q/r² ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് × dr ആയിരിക്കും. അപ്പോൾ 1/4πε0 × Q/r² × dr എന്ന് വരും. അപ്പോൾ V = വർക്ക് ആയിരിക്കും. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്, ഡെൽറ്റ വർക്കിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഇൻഫിനിറ്റി ടു r. അപ്പോൾ 1/4πε0 × Q/r എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, കപ്പാസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, ഫിഗർ വരച്ചു. അതായത് ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ കാണിച്ചു. പിന്നെ ഇവിടെ
എന്താണ് ഒരു പൊട്ടൻഷ്യൽ വേണ്ടി ബാറ്ററി കൊടുത്തു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/ε0 ആയിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം Q/V ആയിരിക്കും. അപ്പോൾ Q എന്ന് പറയുന്നത് σA/V എന്നാണ് E.D. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ σA/ε0/σD എന്ന് വരും. ആൻഡ് സി = നമുക്ക് A/ε0/D എന്ന് കിട്ടി. ആൻഡ് സി മീഡിയം എന്ന് പറയുമ്പം അത് ഒരു K എന്നൊരു കോൺസ്റ്റൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സി മീഡിയം നമുക്ക് കിട്ടി. ഇതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള കപ്പാസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും നന്നായി ഇതിരുന്ന് പഠിക്കാം. ഓക്കെ, ഇനി സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൻ്റെ സീരീസ് കോമ്പിനേഷനാണ്. ഈ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് സെയിം Q ഡിഫറെൻറ്റ് V ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡെറിവേഷൻ തരുമ്പോൾ ഫസ്റ്റ് എന്താണ്, നമ്മൾ അതിൻ്റെ ഫിഗർ വരക്കണം. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ ഇത് C1 ഫസ്റ്റ് കപ്പാസിറ്റർ, സെക്കൻഡ് കപ്പാസിറ്റർ, തേർഡ് കപ്പാസിറ്റർ. അപ്പോൾ Q സെയിം ആയിരിക്കും. അപ്പോൾ അതായത് Q1 തന്നെയാണ് മൂന്നിലും വരുന്നത്. അത് അവിടെ നമ്മൾ ഡിഫറൻസ് വരുന്നത് പൊട്ടൻഷ്യലിന് മാത്രമാണ്. അപ്പോൾ V1 V2 V3 എന്ന ഒരു ഡിഫറൻസ് വരും. അപ്പോൾ ഡിഫറൻസ് ഉള്ളതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ V1 + V2 + V3 എന്ന് വരും. അപ്പോൾ 1/CS എന്ന് പറയുന്നത് 1/C2 C1 + 1/C1 + 1/C2 + 1/C3 എന്നായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ എനർജി സ്റ്റോറിങ് കപ്പാസിറ്ററിൻ്റെ എനർജി സ്റ്റോറാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ ആദ്യം നോക്കി, കപ്പാസിറ്റി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കി, നമ്മൾ സീരീസ് കോമ്പിനേഷൻ നോക്കി. ഇനി കപ്പാസിറ്ററിൻ്റെ എനർജി സ്റ്റോർഡാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കാം. ഒരു കപ്പാസിറ്റർ വരച്ചു, ഒരു ബാറ്ററി വരച്ചു, ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു, ഇലക്ട്രോൺ അങ്ങോട്ട് പോകുന്നു. അപ്പം ഡെൽറ്റ W, അതായത് ഡെൽറ്റ വർക്ക് എന്ന് പറയുന്നത് V/dQ ആയിരിക്കും. അപ്പോൾ U എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ dW ആയിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ V/dQനെ. അപ്പോൾ ½ അല്ലെങ്കിൽ ½ or ½ എന്ന് വരും. ഇതായിരിക്കും അവിടെ ഉണ്ടാകുന്ന എനർജി സ്റ്റോർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി, ഓർ ആയിരിക്കും. അപ്പോൾ ½ അല്ലെങ്കിൽ ½ or ½ Q² ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ഈസ് ദ ട്രാൻസ്ഫറിങ് ചാർജ്. നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ഈസ് ദ ട്രാൻസ്ഫറിങ് ചാർജ് ഇസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആസ് ഇറ്റ്സ് എനർജി. ഓക്കെ, അവിടെ ട്രാൻസ്ഫറിങ് ചാർജസിൻ്റെ വർക്ക് ഡൺ ആണ് കപ്പാസിറ്ററിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഓംസ് ലോ ആണ്. അപ്പോൾ ഓംസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് this chapter 3 എത്തിട്ടോ. Ohm's law state that at constant temperature the current flowing through a wire is directly proportional to the potential difference applied between the ends of the wire ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആയിരിക്കും, അത് മെറ്റീരിയലിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചറിന് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ വേണമെങ്കിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. V എന്താണ്, V = RI ആണെന്നും R = ρL/A ആണെന്നും റോ എന്ന് പറയുന്നത് M/NE² ആണെന്നൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ഉണ്ട്, പാരലൽ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റർ നോക്കിയ പോലെ തന്നെ ഇതിൻ്റെ ഡെറിവേഷൻ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിഗർ വരയ്ക്കാം. അപ്പോൾ R1 R2 R3 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഇവിടെ ഈ ഒരു സീരീസ് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ഡിഫറെൻറ്റ് V കോമ്പിനേഷൻ ആണ്. അപ്പോൾ V = V1 + V2 + V3 എന്ന് വരും. അപ്പോൾ R = R1 + R2 + R3 എന്ന് വരും. ഇനി പാരലൽ കണക്ഷൻ ആകുമ്പോൾ V1 I1 V2 V1 I2 V1 I3 അവിടെ സെയിം V, ഇവിടെ ഡിഫറെൻ്റ് കോമ്പിനേഷൻ, ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും, ഡിഫറെൻറ്റ് കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡിഫറെൻറ്റ് കറണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കറണ്ട് ആയിരിക്കും. അപ്പോൾ I = I1 + I2 + I3. അപ്പോൾ 1/RP എന്ന് പറയുന്നത് 1/R1 + 1/R2 + 1/R3 എന്നായിരിക്കും. ഓക്കെ, ഇനി കിർച്ചോഫ്സ് റൂളിൽ 3 റൂൾസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് റൂൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ ആൽജിബ്രൈക് സം ഓഫ് ദി കറൻറ്റ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. അപ്പോൾ ഇത് ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജുമാണ്. അതുപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന കറൻറ്റിൻ്റെ ആൽജിബ്രൈക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് σI = 0. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ അതിൻ്റെ മാർക്ക് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് റൂൾ എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ദാറ്റ് ദ ആൽജിബ്രൈക് സം ഓഫ് ദ
പ്രൊഡക്റ്റ് ഓഫ് ദ കറൻറ്റ് ആൻഡ് ദ റെസിസ്റ്റൻസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു ദ ആൽജിബ്രൈക് സം ഓഫ് ഇ എം എഫ്. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദി കറൻറ്റും റെസിസ്റ്റൻസും ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ അത് എന്തിനോട് ഈക്വലാണ്? ഇ എം എഫിൻ്റെ ആൽജിബ്രൈക് സമ്മിനോട് ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും കൂടി എഴുതിയാൽ അതിൻ്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫിഗർ നന്നായിട്ട് വരയ്ക്കാം. അപ്പോൾ ഫിഗർ 4 റെസിസ്റ്റൻസ് നമ്മൾ കാണിക്കാം. അതിൽ ഇവിടുന്ന് I1 എന്ന് കറൻറ്റ് പോകുന്നു, ഇവിടെ I2 എന്ന് കറൻറ്റ് പോകുന്നു, ഇവിടെ I3 കറൻറ്റ് പോകുന്നു, ഇവിടെ I4 എന്ന് കറൻറ്റ് പോകുന്നു. ഓരോ റെസിസ്റ്റൻസിന് നമ്മൾ നെയിം കൊടുക്കുക. P, Q, R, S എന്ന് നെയിം കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഓരോ ജംഗ്ഷനും A, B, C, D എന്ന് കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, പിന്നെ അവിടെ IG എന്ന് കൊടുക്കുക, ഗാൽവനോമീറ്ററിലെ കറൻറ്റ്, പിന്നെ ബാറ്ററി കൊടുക്കുക. അതായത് ഫസ്റ്റ് I1P പ്ലസ് IgG മൈനസ് I2R ഈസ് ഈക്വൽ ടു 0. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ I3Q മൈനസ് I4 ഇസ് മൈനസ് IgG ഈക്വൽ ടു 0 എന്ന് എഴുതുക. അപ്പോൾ IgG 0 ആണെങ്കിൽ അവസാനത്തിൽ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടും? P/Q ഈസ് ഈക്വൽ ടു R/S എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പറയുന്നത് മീറ്റർ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജാണ്. മീറ്റർ ബ്രിഡ്ജ് ഈസ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ അതിന് ഡയഗ്രാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, പിന്നെ ഇവിടെ നമ്മളൊരു അൺനോൺ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, ജോക്കി, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആയിട്ട് കൊടുക്കുക, AB കൊടുക്കുക. പിന്നെ മീറ്റർ ബ്രിഡ്ജ് ഇസ് എ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന് കൊടുക്കാം. അതിൻ്റെ ഇക്വേഷൻ X/L ഈസ് ഈക്വൽ ടു R/100 മൈനസ് L എന്ന് എഴുതുക. അപ്പോൾ X എന്നുള്ളത് RL ഡിവൈഡ് ബൈ 100 മൈനസ് L എന്ന് എഴുതുക. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് EMF ആൻഡ് ടെർമിനൽ PD ആണ്. അപ്പോൾ EMF ഓഫ് എ സെൽ, അപ്പോൾ അതിൻ്റെ ഇത് ഡെഫിനിഷൻ നന്നായിട്ട് പഠിക്കണം, EMFും ടെർമിനൽ PDയും. അപ്പോൾ EMF ഓഫ് എ സെൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് സെൽ വെൻ നോ കറൻറ്റ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്. അതാണ് EMF എന്ന് പറയുന്നത്. ടെർമിനൽ PD ഓഫ് എ സെൽ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് ദ സെൽ വെൻ കറൻറ്റ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ്. ഇവിടെ നോ കറൻറ്റ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് ആണ്. പിന്നെ ടെർമിനൽ PDൻ്റെ ഇക്വേഷൻ ER ഡിവൈഡ് ബൈ R പ്ലസ് R എന്നും കൂടി എഴുതും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് EMF ഓഫ് സെൽസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് സെല്ലിൻ്റെ EMF കമ്പാരിസൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രൈമറി ബാറ്ററിൻ്റെ ഇവിടെ പ്രൈമറി EMF ഉണ്ട്, ഇവിടെ സെക്കൻഡറി EMF ഉണ്ട്, പിന്നെ ഇവിടെ ഒരു AC, പിന്നെ ജോക്കി കൊടുത്തിട്ടുണ്ട്, പിന്നെ AB എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി EMF. പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് സെക്കൻഡറി EMF എന്തിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്? ലെങ്ത്തിനോട് പ്രൊപ്പോർഷണൽ ആണെന്നാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ E1 ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു L1 ആണ്, E2 ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ ടു L2 ആണ്. അപ്പോൾ ഫൈനൽ റിസൾട്ടായിട്ട് നമുക്ക് E1/E2 ഈസ് ഈക്വൽ ടു L1/L2 എന്ന് കിട്ടി. അതാണ് നമ്മുടെ കമ്പാരിസൺ ഓഫ് EMF സെൽ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെഷറിങ് ഇൻറ്റർണൽ റെസിസ്റ്റൻസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. അപ്പം ഇതിന് നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് കൊടുത്തു, കീ കൊടുത്തു, ബാറ്ററി, സെക്കൻഡറി EMF, പ്രൈമറി EMF, ഗാൽവനോമീറ്റർ, ജോക്കി കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് കീ ഓപ്പൺ ചെയ്താൽ കീ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1 ആയിരിക്കും. കീ ക്ലോസ് ചെയ്താൽ ടെർമിനൽ PD ആയിരിക്കും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L ആയിരിക്കും. അപ്പോൾ ടെർമിനൽ PD ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1/ER/R പ്ലസ് R ഈസ് ഈക്വൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L1 ആയിരിക്കും. അപ്പോൾ R എന്ന് പറയുന്നത് R ഈക്വൽ ടു R ഇൻറ്റു L1 മൈനസ് R2 ഡിവൈഡ് ബൈ L2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ലോറൻസ് ഫോഴ്സ് എന്തെന്നാൽ magnetic Lorentz force is the force on a moving charge in a magnetic field ആണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് BQV അല്ലെങ്കിൽ Q ഇൻറ്റു V ക്രോസ് B ആയിരിക്കും. അപ്പോൾ F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. ഇപ്പോൾ QVB ഒരു പാരലൽ ആണെങ്കിൽ അവിടെ F ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇപ്പോൾ QVB പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവിടെ F ഈസ് ഈക്വൽ ടു മാക്സിമം ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബയോ സാവാർട്ട്സ് ലോ. അപ്പോൾ ബയോ സാവാർട്ട്സ് ലോ എന്താണെന്ന് വെച്ചാൽ
മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ എലമെൻ്റൽ കറൻറ്റാണ് ബയോ-സവാർട്ട്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കണ്ടക്ടർ ഉണ്ട്. അവിടെ നമ്മൾ 2 പോയിൻ്റ് എടുത്തു. അവിടെ ദൂരം 6. ഇതാണ് നമ്മുടെ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആയിരിക്കുക. ഡി ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കാണാം. ഡയറക്ഷൻ ഗീവ്സ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷന് നമുക്ക് ഇതാവുന്നത്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു എലമെൻ്റൽ ലെങ്ത് ആണ്. ഇതൊരു കണ്ടക്ടറാണ്. ഇത് കറൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബയോ-സവാർട്ട്സ് ലോ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ എലമെൻ്റൽ കറൻറ്റ് ബയോ-സവാർട്ട്സ് ലോനെ നമ്മൾ ഡിറൈവ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സർക്കുലർ ലൂപ്പ് കാണിക്കാം, പിന്നെ അതിൻ്റെ റേഡിയസ് 6 കാണിക്കാം, പിന്നെ ഇവിടെ സ്മോൾ ഡി എൽ കാണിക്കാം, പിന്നെ ഇവിടെ എക്സ് ആർ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടു ഡി ബി കോസ് തീറ്റ, പിന്നെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാം. ഇപ്പോൾ ഡി ബി ഇസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു ഐഡിയൽ ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ബി നെറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു μ0/4π ഐഡിയൽ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ആർ ബൈ എക്സ് സ്ക്വയർ, പിന്നെ 2 കമ്പോണൻസ് ഉള്ളതുകൊണ്ട് 2πr dr എന്ന് വരുന്നത് 2πr/dr. അപ്പോൾ ബി നെറ്റ് ഈസ് ഈക്വൽ ടു μ0/4π ഇൻറ്റു 2πir² ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 3/2 എന്ന് വരും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ബി സെൻറ്റർ എന്ന് പറയുന്നത് μ0I/r² ആയിരിക്കും. അപ്പോൾ നിങ്ങളിത് വളരെ ബി സെൻറ്റർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബി സെൻറ്റർ ഈസ് ഈക്വൽ ടു μ0I/2r. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആംബിയൽ സർക്യൂട്ടർ ലോ ആണ്. ആംബിയൽ സർക്യൂട്ട് ലോൻ്റെ ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ആംബിയൽ സർക്യൂട്ടർ ലോൻ്റെ ഇക്വേഷനാണ് 5 ഇൻറ്റു BDR ഈസ് ഈക്വൽ ടു μ0I എന്ന് പറയുന്നത്. ആംബിയൽ സർക്യൂട്ടർ ലോൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. സോളിനോയിഡിൽ നമ്മൾ നമ്പർ ഓഫ് ടെൻസ് n ആയിട്ട് കാണിച്ചു, അതിൻ്റെ ലെങ്ത്ത് L ആയിട്ട് കാണിച്ചു. പിന്നെ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ഇക്വേഷൻ ഇൻറ്റഗ്രൽ AB B.AB പ്ലസ് ഇൻറ്റഗ്രൽ BC B.BC പ്ലസ് ഇൻറ്റഗ്രൽ CD B.CD പ്ലസ് ഇൻറ്റഗ്രൽ DA B.DA എന്ന് എഴുതി. അപ്പോൾ BL എന്ന് പറയുന്നത് μ0LN ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0NI ആണെന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ടൊറൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും ടൊറൈഡ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ടൊറൈഡും വരുന്നത്. ഓക്കെ, magnetic field due to solenoid is a weak outside zero and near the windings and strong along axis. Magnetic field due to a solenoid is weak outside and near zero near the windings and strong along the axis. Strong along the axis, zero near the windings and weak outside, and directed according to the right hand rule. Right hand rule ആണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ആണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഡിക്ലിനേഷൻ ആംഗിൾ, ഡിപ്പ് ആംഗിൾ, ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി, ആ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഡിക്ലിനേഷൻ ആംഗിൾ എന്താണെന്ന് വെച്ചാൽ ഡിക്ലിനേഷൻ ആംഗിൾ അറ്റ് എ പ്ലേസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക്കൽ മീഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഡിപ്പ് ആംഗിൾ അറ്റ് എ പ്ലേസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ ആൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആണ്. ഇനി ഹൊറിസോണ്ടൽ ഇൻറ്റൻസിറ്റി അറ്റ് എ പ്ലേസ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് ആണ്. μr ഈസ് ഈക്വൽ ടു 1+I ആണെന്നും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡെഫിനിഷനും ഇക്വേഷനും പഠിക്കാം. ഓക്കെ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റേറ്റ് ദാറ്റ് whenever the magnetic flux Faraday's law of a electromagnetic induction states that whenever the magnetic flux linked with a circuit change an EMF is induced in the circuit ആണ്. അവിടെ V induced equal to -dϕ/dt ആയിരിക്കും. ഇവിടെ കാണുന്ന ഈ മൈനസ് എന്ന് പറയുന്നത് ലെൻസസ് ലോ ആണ്. ലെൻസസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ഡയറക്ഷൻ ഓഫ് ദ induced EMF is so as to oppose the cause that produce the change of flux ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ലോയും അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ നെഗറ്റീവ് സൈൻ കാണിക്കുന്ന ലെൻസസ് ലോ ആണെന്നും
നോക്കിയോ ഓർത്ത് വയ്ക്കാം. ഇനി എക്സാമ്പിൾ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. എക്സാമ്പിൾ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് 3 ഉണ്ട്. ഫസ്റ്റ് എഡി കറൻറ്റ് ആണ്. അപ്പോൾ എഡി കറൻറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഓൺ ബൾക്ക് കണ്ടക്ടേഴ്സ് കെപ്റ്റ് ഇൻ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിൻ്റെ 3 യൂസസ് ഉണ്ട്. മാഗ്നറ്റിക് ബ്രേക്കിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, പവർ മീറ്റേഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ഉണ്ട്. ഏതെങ്കിലും 4 ഉണ്ട്, അതിൽ ഏതെങ്കിലും 3 നിങ്ങൾ ഓർത്ത് വയ്ക്കും. ഓക്കെ. സെക്കൻഡ് മോഷണൽ ഇ എം എഫ് ആണ്. മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ കണ്ടക്ടർ മൂവിങ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടക്ടർ, ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു, അത് മൂവിങ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് പറയുന്നത് QVB sin θ ആയിരിക്കും. അത് മൂവ് വിത്ത് ദ ലോറൻസ് ഫോഴ്സ്, അത് കണ്ടക്ടറി ലോറൻസ് ഫോഴ്സ് വെച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈക്വൽ ടു QVB L ആയിരിക്കും. അപ്പോൾ അവിടെ വി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് BLV ആണെന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി AC ജനറേറ്റർ, അത് നമ്മൾ ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. AC ജനറേറ്റർ. അപ്പോൾ നമ്മൾ AC ജനറേറ്ററിൽ ഒരു ആർമേച്ചർ, പിന്നെ 2 മാഗ്നറ്റ് നോർത്ത് സൗത്തും, പിന്നെ ഇവിടെയാണ് വി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഫൈ എന്ന് പറയുന്നത് BAN cos ωt ആയിരിക്കും. അപ്പോൾ വി ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നത് dφ/dt ആയിരിക്കും. അപ്പോൾ BAN ω sin ωt എന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ വിച്ച് ഈസ് ഈക്വൽ ടു VM sin ωt എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ട് അത്ര പ്രശ്നം നമുക്ക് തോന്നില്ല. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് AC സർക്യൂട്ട് R. അപ്പോൾ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള AC സർക്യൂട്ട് ആണ്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് കൊടുത്തു, ഇവിടെ AC കൊടുത്തു. അപ്പോൾ V ഈക്വൽ ടു RI ആയിരിക്കും. അപ്പോൾ V ഈക്വൽ ടു VM sin ωt, R ഈക്വൽ ടു VM sin ωt എന്ന് RI, V is equal to RI എന്നാണല്ലോ. അപ്പോൾ VM sin ωt അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് റൂൾ ആണ്. അപ്പോൾ I എന്ന് പറയുന്നത് IM sin ωt. അപ്പോൾ IM ഈസ് ഈക്വൽ ടു VM/R ആൻഡ് ദ ആവറേജ് പവർ ഈസ് ഈക്വൽ ടു IRMS ഇൻറ്റു R ആയിരിക്കും. AC സർക്യൂട്ടിൽ റെസിസ്റ്റർ വയ്ക്കുമ്പോൾ. ഇനി AC സർക്യൂട്ടിൽ ഇൻഡക്ടർ വയ്ക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ ഇൻഡക്ടർ വെച്ചു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന VI എന്ന് പറയുന്നത് LdI/dt ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഡെറിവേഷൻ പറഞ്ഞ ഫിഗർ വരയ്ക്കുക, പിന്നെ അതിൻ്റെ സ്റ്റെപ്പുകൾ ഏതാണ് ചെയ്യാം. അപ്പോൾ V is equal to VM sin ωt. അപ്പോൾ വീണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. LdI/dt equal to VM sin ωt. അപ്പോൾ I is equal to IM sin ωt plus T minus π/2 എന്ന് വരും. അപ്പോൾ IM equal to VM/L ω. അപ്പോൾ P ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത് VI ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ V ഈക്വൽ ടു Q/C ആയിരിക്കും. അപ്പോൾ V ഈക്വൽ ടു VM sin ωt. അപ്പോൾ Q/C ഈക്വൽ ടു VM sin ωt. I ഈക്വൽ ടു IM ഇൻറ്റു sin ωt പ്ലസ് π/2. അപ്പോൾ IM ഈസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ 1/C ω. അപ്പോൾ ആവറേജ് പവർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N2/N1 ഈസ് ഇക്വൽ ടു V2/V1 ഈസ് ഇക്വൽ ടു I1/I2 ആണ്. ഇനി ട്രാൻസ്ഫോമറിൻ്റെ ലോസസ് ആണ് പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലോസസ് ഓഫ് ട്രാൻസ്ഫോമർ ഒന്ന് ഫ്ലക്സ് ലീക്കേജ്, ജൂൾസ് ഹീറ്റിംഗ്, ഹിസ്റ്ററീസ് ലോസ് ആൻഡ് എഡി കറൻറ്റ് ആണ് 4 ലോസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിൻ്റെ ഇക്വേഷൻ ID ഈസ് ഇക്വൽ ടു ε0 ഇൻറ്റു dφ/dt 5PdL ഈസ് ഇക്വൽ ടു μ0 I പ്ലസ് ID ആയിരിക്കും. പിന്നെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് EM വേവ് ആണ്. അതിൽ നമുക്ക് വരാവുന്നത് സ്പെക്ട്രാണ്. അപ്പം സ്പെക്ട്ര നമുക്ക് ഇതിനൊന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ ക്ലാസ് ടേബിൾ കൊണ്ടുപോകാം. അപ്പോൾ ക്ലാസ് ടേബിളിൽ സ്പെക്ട്രത്തിന് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് റേ ഒപ്റ്റിക്സ് ആണ്. റേ ഒപ്റ്റിക്സിൽ റിഫ്രാക്ഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ അത് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിസമാണ്. അപ്പോൾ പ്രിസത്തിൻ്റെ ആദ്യം നമ്മൾ പ്രിസമാണ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ആംഗിൾ വരയ്ക്കുക, പിന്നെ ഒരു ഇൻസിഡൻറ്റ് റേ വരയ്ക്കുക. അപ്പം ഇവിടെ ഒരു N കൊടുക്കുക, പിന്നെ I1 I2 മാർക്ക് ചെയ്യുക, D കൊടുക്കുക, R1 R2 മാർക്ക് ചെയ്യുക, പിന്നെ ഇതിൻ്റെ നോർമൽ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫിഗർ നന്നായി വരയ്ക്കുക. അപ്പോൾ R1 പ്ലസ് R2 എന്ന് പറയുന്നത് A ആണെന്ന് എഴുതുക. R1 പ്ലസ് R2 ഈക്വൽ ടു A ആണെന്ന് എഴുതുക. ഓക്കെ. R1 പ്ലസ് R2 ഈക്വൽ ടു A എന്ന് എഴുതുക. ആൻഡ് D ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് A ആണെന്ന് എഴുതുക. അപ്പോൾ അതിൻ്റെ
ഇത് ഗ്രാഫ് എന്ന് പറയുന്നത് ഇതായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ I1 = I2, R1 + I = R2, D = D എന്ന് പറയുമ്പം N = sin I by R എന്ന് വരും. അപ്പോൾ sin A + B/2 / sin A/2 എന്നായിരിക്കും എന്തിൻ്റെ ഇക്വേഷൻ, പ്രിസത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റിഫ്രാക്ഷൻ ഓർ കർവ്ഡ് ആണെങ്കിൽ അവിടെ എന്താണ് ലെങ്സ് ആണ് വരിക. അപ്പോൾ ലെങ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫിഗർ വരയ്ക്കാം, അതിൻ്റെ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റർ റേയും ഒക്കെ വരയ്ക്കാം, അവിടെ ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം. അപ്പോൾ U എന്ന് പറയുന്നത് ഒബ്ജക്റ്റും ഇതും തമ്മിൽ സെൻറ്ററും തമ്മിൽ ഡിസ്റ്റൻസ് ആയിരിക്കും. V എന്ന് പറയുന്നത് ഇമേജ് തമ്മിൽ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ sin I by sin R = N2 by N1 = R by R ആയിരിക്കും. അപ്പോൾ N1I = N2 into R. അപ്പോൾ N1 എന്ന് പറയുന്നത് 1/R + 1/U ആയിരിക്കും. ആൻഡ് N2 എന്ന് പറയുന്നത് 1/R - 1/U ആയിരിക്കും. ഇതും കൂടി സിംപ്ലിഫൈ ചെയ്താൽ N2/V - N1/U എന്നുള്ളത് N2 - N1/R എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ ലെങ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കി. ഇനി നെക്സ്റ്റ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, ഇമേജ് ഓഫ് ദ ഇതിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ ആദ്യത്തിൻ്റെ ഇമേജ് ഫസ്റ്റ് റിഫ്രാക്ഷൻ്റെ ഇമേജ് ആയിരിക്കും സെക്കൻഡ് റിഫ്രാക്ഷൻ്റെ ഒബ്ജക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ലെൻസും, അപ്പം ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ വന്നു, ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ N1, N2, N1, പിന്നെ നെക്സ്റ്റിൻ്റെ ഇമേജ് അടുത്തതിൻ്റെ ഇമേജ് ഇവിടെയാണ് ഫോം ചെയ്തിരിക്കുക. അപ്പോൾ U എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് ആയിരിക്കും. ആൻഡ് V1 എന്ന് പറയുന്നത് അതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഡിസ്റ്റൻസ് ആണ് അടുത്തതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഇമേജ് എന്ന് പറയുന്നത് V ആയിട്ട് കൊടുത്തു. അപ്പോൾ N2/V - N1/U = N2 - N1/R. N1/V1 - N2/V1 = N1 - N2/R2. അപ്പോൾ 1/V - 1/U = N1 - N2 - N1 / N1 into 1/R1 - 1/R2 എന്ന് വരും. അപ്പോൾ 1/F എന്ന് പറയുന്നത് 1/V - 1/U 1/F എന്ന് പറയുന്നത് N2 - N1/N1 into 1/R1 - 1/R2. അപ്പോൾ 1/F = 1/V - 1/U ആയിരിക്കും എന്തിൻ്റെത്, ലെങ്സിൻ്റെത്. 1/F = 1/V - 1/U ആയിരിക്കും. മിററിൻ്റെ കേസിലാവുമ്പോൾ 1/F = 1/V + 1/U ആയിരിക്കും. ഓക്കെ, ഇനി കോമ്പിനേഷൻ ഓഫ് ലെങ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് ലെങ്സിൽ നമ്മൾ രണ്ട് ലെങ്സ് വരയ്ക്കുക. ഫിഗർ Uവും Vയും U2 ഒക്കെ നന്നായി നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം 1/F = 1/V1 - 1/U എന്ന് എഴുതാം. 1/F2 എന്ന് പറയുന്നത് 1/V - 1/V1. അപ്പോൾ U2 = V1 ആണ്. അതായത് സെക്കൻഡിൻ്റെ ഇമേജ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസുമായിട്ട് ഈക്വൽ ആയിരിക്കും. പിന്നെ 1/F1 - 1/F2 എന്ന് പറയുന്നത് 1/V - 1/U ആണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ 1/F കിട്ടി. അവിടെ ഉണ്ടാകുന്ന പവർ നമ്മൾ P1 + P2 എക്സെട്ര എന്നാണ് കാണുക. അവിടെ ഉണ്ടാകുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് M1 × M2 എന്നായിട്ടാണ് നമ്മൾ കാണാം. അപ്പോൾ ഈ ഒരു കേസിൽ വരുന്നത് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് ലെങ്സ് ഈസ് ദ ഒബ്ജക്റ്റ് ഓഫ് ദി സെക്കൻഡ് ലെങ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ഹൈജൻസ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ എവറി പോയിൻറ്റ് ഓൺ എ വേവ് ഫ്രോണ്ട് ഈസ് ദ സോഴ്സ് ഓഫ് ദ സെക്കൻഡറി വേവ്. ഇപ്പോൾ ഒരു വേവ് ഫ്രോണ്ടിൽ ഉണ്ടാകുന്ന എല്ലാ പോയിൻറ്റും മറ്റൊരു അടുത്ത സെക്കൻഡറി വേവ്സിൻ്റെ എന്തായിട്ട് സോഴ്സ് ആയിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലൈറ്റിൽ ഉണ്ടാകുന്ന വേവ് ഫ്രോണ്ട്, ആ വേവ് ഫ്രോണ്ടിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റ്സിലുണ്ടാകുന്ന വേവ് ഫ്രോണ്ട് സെക്കൻഡറി വേവിൻ്റെ സോഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വേവ് ഫ്രോണ്ടിലുണ്ടാകുന്ന പോയിൻറ്റ്സ്, അതായത് പോയിൻറ്റ്സ് നമ്മൾ സെക്കൻഡറി വേവ്സിൻ്റെ എന്തായിട്ടാണ് കാണുക, സോഴ്സ് ആയിട്ടാണ് നമ്മൾ കാണുക. ഓക്കെ, ഇനി സ്നെൽസ് ലോ ബ്ലൂ ഹൈജൻസ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റയർ മീഡിയം, ഡെൻസർ മീഡിയം, N1 V1 N2 V2 മാർക്ക് ചെയ്യാം. അപ്പം ഇവിടെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ കൊടുക്കാം. ഇവിടെ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ V1T V2T മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ റിഫ്രാക്റ്റഡ് വേവ് ഫ്രോണ്ട് ഇവിടെ ആയിരിക്കും, ഇൻസിഡൻറ്റ് വേവ് ഫ്രോണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് sin I by sin R = BC/AC × AD/AC. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു V1T / V2T = N2/N1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് പോളറൈസേഷൻ ആണ്. അപ്പോൾ റിസ്ട്രിക്റ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു എ പ്ലെയിൻ ഈസ് കോൾഡ് പോളറൈസേഷൻ.
അപ്പോൾ ആംഗിൾ അറ്റ് വിച്ച് റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് ഫുള്ളി പോളറൈസ്ഡ് അതിനെയാണ് നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് പോളറൈസിങ് ആംഗിൾ, ഇതിൻ്റെ റിഫ്ലക്റ്റഡ് റേ. അപ്പോൾ ഇവിടെ പോളറൈസേഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടാൻ പി ഈസ് ഈക്വൽ ടു എൻ ആയിരിക്കും. ഈ ടാൻ പി ഈക്വൽ ടു എൻ എന്നതിനെ നമ്മൾ ബ്രൂസ്റ്റിയേഴ്സ് ലോ എന്നാണ് പറയാറ്. ആൻഡ് അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ ടാൻ പി ഈസ് ഈക്വൽ ടു എൻ ഈക്വൽ ടു സൈൻ പി ബൈ കോസ് പി ആയിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന പി പ്ലസ് ആർ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഐൻസ്റ്റൈൻസ് ലോ ആണ്. അപ്പോൾ ഐൻസ്റ്റൈൻസ് ലോ എന്ന് പറയുന്നത് എച്ച് മ്യൂ ഈസ് ഈക്വൽ ടു എച്ച് മ്യൂ 0 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ആയിരിക്കും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് വർക്ക് ഫംഗ്ഷനും ത്രഷോൾഡ് ഫ്രീക്വൻസിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് ദ മിനിമം എനർജി റിക്വയർ ഫോർ ഇറ്റ്സ് ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ സർഫേസ് ആണ്. And threshold frequency is the minimum frequency of a radiation to cause photoelectric emission on a metal ആയിരിക്കും. പിന്നെ നീൽസ് ബോറിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അതിൽ 3 പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ എന്തായാലും പഠിക്കാം. അപ്പോൾ ഇലക്ട്രോൺസ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഹാവ് സ്റ്റേബിൾ നോൺ റേഡിയേറ്റിംഗ് ഓർബിറ്റൽസ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ആൻഡ് ദ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ഫോർ സ്റ്റേബിൾ ഓർബിറ്റ് is the angular moment of the orbiting electron is an integral multiple of h by 2 pi ആയിരിക്കും. ആൻഡ് തേർഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് whenever an electron is transferred from higher energy level to lower energy level it emits a radiation ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് മ്യൂ ഈസ് ഈക്വൽ ടു ഇ ഇനീഷ്യൽ മൈനസ് ഇ ഫൈനൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിൽ റേഡിയോ ആക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഡീകേ ഓർ ഡിസിൻറ്റിഗ്രേഷൻ ഇൻ 1 സെക്കൻഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ പ്രസൻറ്റ് അറ്റ് ദാറ്റ് ടൈം ആയിരിക്കും. അപ്പോൾ ഡി എൻ ബൈ ഡി ടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എൻ. അപ്പോൾ ഡി എൻ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് ലാംഡ എൻ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എൻ 0 ഇ മൈനസ് ലാംഡ ടി. ഇഫ് ടി ഈസ് ഈക്വൽ ടു ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.69 ഡിവൈഡ് ബൈ ലാംഡ ആയിരിക്കും. ഓക്കെ, ഇനി ഹാഫ് വൈവ്. അപ്പോൾ ഹാഫ് വൈവ് റെക്ടിഫിക്കേഷനാണ്. അപ്പോൾ ഹാഫ് വൈവ് റെക്ടിഫിക്കേഷൻ നമ്മൾ എ സി. അപ്പോൾ ഇതിവിടെ നമ്മൾ ഡയോഡ് കൊടുത്തു, റെസിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻപുട്ടിൻ്റെ ഗ്രാഫാണിത്, ഔട്ട്പുട്ടിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ നിങ്ങളെല്ലാവരും പഠിക്കുക. ഇൻപുട്ടും ഔട്ട്പുട്ടാണ് ഇതിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഹാഫ് വൈവിനെക്കാട്ടി എപ്പോഴും ചോദിക്കുന്ന ഫുൾ വൈവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഫുൾ വൈവ് റെക്ടിഫയറിന് നമ്മൾ ഫിഗർ വരയ്ക്കുക. 2 ഡയോഡ് ഉണ്ടാവും, റെസിസ്റ്റൻസ് വരയ്ക്കും, അതിൻ്റെ ഇൻപുട്ട് ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ടാണിത്, ഔട്ട്പുട്ട് നോക്കി വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് റെക്ടിഫയർ ആണ്. വെനെവർ എ ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ് ഇറ്റ് കണ്ടക്ട് കറണ്ട് ആയിരിക്കും. വെനെവർ അത് റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിൽ ടു വോണ്ട് കണ്ടക്ട് കറണ്ട് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗേറ്റ്സ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗേറ്റ്സ്. അപ്പോൾ 4 ഗേറ്റ്സ് നമുക്ക് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ഗേറ്റിന് അതിൻ്റെ ഫിഗർ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് എയും ബിയും എല്ലാത്തിനും സെയിം ആണ്. ഫസ്റ്റത്തെ എ നമ്മൾ 0 0 1 കൊടുക്കുക, ബി 0 1 0 1 ആയിരിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി. അപ്പോൾ 0 × 0 0 0 × 1 0 1 × 0 0 1 × 1 1 ആയിരിക്കും. അതാണ് ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിൻ്റെ നെഗേഷൻ ആണ്. അപ്പോൾ y ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബൈ ബാർ ആയിരിക്കും. അപ്പോൾ എ ഡോട്ട് ബി ആക്കാം. അപ്പം എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 0 × 0 0 ആയിരിക്കും. അതിൻ്റെ നെഗേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 1 ആയിരിക്കും. അപ്പോൾ 0 × 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ 1. പിന്നെ 1 × 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നെഗേഷൻ പറയുമ്പോൾ 1 ആയിരിക്കും വരിക. പിന്നെ 1 × 1 0 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും. ആൻഡ് അപ്പോൾ എയും ബിയും മറ്റേതുപോലെ തന്നെ സെയിം ആയിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് എ പ്ലസ് ബി കൊടുക്കുക. അപ്പോൾ 0 + 0 0 0 + 1 1 1 + 0 1 1 + 0 1 ആയിരിക്കും. 1 + 1 അത് നമ്മൾ 2 എന്നല്ല 1 തന്നെയാണ് എഴുതുക. പിന്നെ അതിൻ്റെ നെഗേഷൻ ആയിരിക്കും നോർ ഗേറ്റ്. അപ്പോൾ 0 + 0 0 ആണ്, അതിൻ്റെ ഓപ്പോസിറ്റിൽ 1 എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്റേഴ്സ് നമ്മൾ 14 ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ